സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. അതായത് അറസ്റ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാം, വേണമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്താം എന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്തുകയാണല്ലേ? വിനീത ഈ പറഞ്ഞതുപോലെ NDPS ആക്ടിലെ 27, 29 എന്നീ പ്രകാരമാണ് ഈ ഷൈൻ ടോം ചാക്കോയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൽ ഒന്ന് ഈ ജാമ്യം ലഭിക്കാവുന്ന കുറ്റവും മറ്റൊന്ന് ഈ ജാമ്യം ലഭിക്കാത്ത കുറ്റവും, ലഹരിക്കായി പ്രേരണ കുറ്റം അല്ലെങ്കിൽ ഗൂഢാലോചന കുറ്റം. ഇതാണ് 29 വരുന്നത്. 27 ലഹരി ഉപയോഗം. ഈ രണ്ട് വകുപ്പുകളാണ് ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൃത്യമാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഈ ടെസ്റ്റ് പൂർത്തിയാക്കുമ്പോൾ ഷൈൻ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ, പോലീസിനോട് വ്യക്തമാക്കിയ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ ഉണ്ടോ, അന്നേ ദിവസം ഷൈൻ ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരും. ഈ 20,000 രൂപ എന്തിനു വേണ്ടി ഈ ട്രാൻസാക്ഷൻ നടത്തി എന്ന കാര്യം, അത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട്, ലഹരി അന്നേ ദിവസം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണോ ഈ ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. ഇതൊന്നുമില്ല എങ്കിൽ പിന്നെ എന്തിനെ ഇറങ്ങി ഓടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും.